പ്രഗത്ഭരായ ഓൺലൈൻ ഇന്റർവ്യൂ കൊണ്ട് പ്രഗത്ഭരായ പല നടന്മാരുടെയും സിനിമകൾ ആദ്യ ദിവസം നിറയണമല്ലോ. അതെ, ഇതിന് പല അടരുകളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ലെയറിംഗ് എന്ന് പറയുന്നത് എന്താണ് പ്രൊമോഷൻ? ഒരു 7 പേര് വട്ടം കൂടിയിരുന്ന് ഒരു വലിയ ചാനലിന് കൊടുക്കുന്നതാണോ ശരിക്കും ഒരു സിനിമയുടെ പ്രൊമോട്ടിങ് പാരഡൈം എന്ന് പറയുന്നതാണോ? അതാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിനൊരു ഉത്തരവുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പല സിനിമകൾക്കും ആദ്യ ദിവസം ഫുൾ ആള് വരണമല്ലോ, ഈ പ്രൊമോട്ട് ചെയ്ത പോലെ. പല ഓൺലൈനിലും പ്രഗത്ഭരായ ഓൺലൈൻ ഇന്റർവ്യൂ കൊണ്ട് പ്രഗത്ഭരായ പല നടന്മാരുടെയും സിനിമകൾ ആദ്യ ദിവസം നിറയണമല്ലോ. അപ്പൊ അതല്ല, അതുകൊണ്ട് ഒരു സിനിമ ആ പ്രൊമോഷൻ കൊണ്ട് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊമോഷൻ കൊണ്ട് അതിനേക്കാൾ ഏറെ ഒരു സിനിമ വർക്കാവുന്ന അതിന്റെ വർത്ത് കൊണ്ടാണ്. എനിക്ക് പേഴ്സണലി ഐ ബിലീവ് പ്രൊമോഷൻ ഷുഡ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഫിലിംസ് റിലീസ്. അന്ന് വൈകുന്നേരം അത് തുടങ്ങും. മറ്റതെല്ലാവരും അറിയും ഈ പടം ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് എല്ലാവരും വിളിച്ചിട്ട് നിങ്ങളുടെ സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല, അവരുടെ സമയം. അതുപോലെ അങ്ങനെ ഒരുപാട് പേരിരുന്ന് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുത്തുകൊണ്ട് ഒരു പടം വന്ന് കാണാം. പടം ട്രെയിലർ കണ്ടിട്ടാണ് ആൾക്കാർ ആദ്യം തീരുമാനിക്കുന്നത് ആ പടം കാണാം എന്ന് തോന്നുന്നു. അപ്പൊ ആ ട്രെയിലറാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന് വർത്താനം പറയുമ്പോൾ ഓൺലൈൻ കണ്ടന്റ് കിട്ടും, നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് ഓൺലൈൻ കണ്ടന്റ് കിട്ടും. ഇപ്പൊ ഈ ഇന്റർവ്യൂ ഇതിപ്പോ തനിനിറം എന്ന് പറയുന്ന പടത്തിന്റെ ഇന്റർവ്യൂവിനേക്കാൾ കൂടുതൽ എന്താണായത്? എന്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻസും പഴയ സിനിമകളും ലാലേട്ടന സിനിമയും ജോഴ്സാന സിനിമ അങ്ങനെ കുറെ സിനിമകളുടെ കാര്യമാണ് വന്നത്. തനിനിറം മറന്നുപോയി. അപ്പൊ ഇതാണോ ശരിക്കുമുള്ള പ്രൊമോഷൻ? ഇറ്റ് ഇസ് നോട്ട്. ഒരു ട്രെയിലർ ഇറങ്ങി ആ ട്രെയിലറിനെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ പഴയ പോലെ പരമ്പരാഗതമായ രീതി ഹോർഡിങ്സും പോസ്റ്റേഴ്സും നിറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ സംഭവത്തിൽ പലരും പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നുണ്ട് പോസ്റ്റേഴ്സ്. 1000 പോസ്റ്റേഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ മതിലുകളിൽ ഒട്ടിക്കപ്പെടുന്നത് 200 പോസ്റ്റേഴ്സാണ് മാക്സിമം. അതുമില്ല, എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ കെട്ടിക്കിടക്കും. സോ ആ പ്രൊമോഷനും കൂടെ നമ്മൾ അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് അടലുകളുള്ള ഒരു കാര്യമാണ്. ഓഫ്കോഴ്സ് നമ്മൾ ആസ് ആക്ടേഴ്സ് നമ്മൾ ആദ്യത്തെ അഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ പ്രൊമോഷൻ വരണം എന്നുള്ളതുകൊണ്ട്, ഇതേ സമയം ഈ അഗ്രിമെന്റിൽ പറയുന്നില്ല ഏത് സമയത്താണ് പ്രൊമോഷൻ വേണ്ടത്. നിങ്ങളുടെ സിനിമ ഇന്ന മാസമാണോ റിലീസ് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടർ ജമ്മു കാശ്മീരിൽ ഷൂട്ട് ചെയ്യണം, അവിടെ 10 ദിവസം കൃത്യമായിട്ടൊരു മിലിറ്ററി ഏരിയയിൽ ഷൂട്ട് ചെയ്യുന്നു. ഈ 10 ദിവസം അയാൾക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അയാൾ അവിടെ വേണ്ടേ? ഇവര് പറഞ്ഞ സമയത്തൊന്നും ആയിരിക്കില്ല റിലീസ് വരുന്നത്. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പിന്നെ സിനിമയുടെ വേർത്തിൽ ആ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആസ് എ പ്രൊഡ്യൂസർ മാർക്കറ്റിംഗിലേക്ക് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിംബയോട്ടിക് റിലേഷൻ പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകളും തമ്മിൽ ഉണ്ടാകുന്ന സിനിമകൾക്കെല്ലാം എല്ലാ ആർട്ടിസ്റ്റുകളും വരുന്നു. ഈ ടൈമിൽ വേറെ ഷൂട്ടിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രൊഡ്യൂസർ വിടുമോ? അത് മറ്റൊരു പ്രൊഡ്യൂസർ അല്ലേ, അയാൾ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്നതല്ലേ. നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരു മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ആൻസറും ആയിരിക്കും ഇതിന്. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ടു ദിസ്.